Good morning all. Today we are going to learn 9th standard history chapter 7 കേരളം 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ബാലൻസ് ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ചത് അതായത് മധ്യകാല കേരളത്തെ കുറിച്ചാണ്. അതായത് കേരളത്തിലെ മധ്യകാല ഘട്ടത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായത് എന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൃഷിയും തൊഴിൽ കൂട്ടങ്ങളെയും കുറിച്ചാണ്. അതായത് മധ്യകാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന വിവിധ ഇനം നെൽ വിത്തുകളെ കുറിച്ചാണ് ഇവിടെ ഒരു കോഴ്സ് പോലെ കൊടുത്തിട്ടുള്ളത്. അത് പണ്ട് അവർ കൃഷി ചെയ്തിരുന്ന നെല്ലിനങ്ങളാണ്. ഓക്കെ, അതായത് വിത്തിനങ്ങളെ കുറിച്ചാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. നെല്ലായിരുന്നു അവരുടെ പ്രധാന വിള എന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ മലമ്പ്രദേശത്ത് അവർ മലനെല്ല് ഉൽപ്പാദിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മലമ്പ്രദേശത്തെ കാട്ടുവിഭവങ്ങൾ അക്കാലത്ത് അവർ ശേഖരിച്ചിരുന്നു. അതുപോലെ തെക്കു പടിഞ്ഞാറൻ മൺസൂണും വടക്കു കിഴക്കൻ മൺസൂണും ആശ്രയിച്ചാണ് ഇവർ കൃഷി നടത്തിയിരുന്നത്. പിന്നെ ഇവരുടെ അക്കാലത്ത് എന്തായിരുന്നു കൃഷിക്കൊക്കെ ഉപയോഗിച്ചിരുന്നത്? എന്താണ്? പച്ചിലകളും അതുപോലെ ജൈവവളമാണ് കൃഷിക്കൊക്കെ ഉപയോഗിച്ചിരുന്നത്. അതായത് ചാണകവും പച്ചിലകളും അടങ്ങിയ ജൈവവളമാണ് അക്കാലത്ത് കൃഷിക്ക് ഉപയോഗിച്ചിരുന്നത്. പിന്നെ അതുപോലെ ജനസമൂഹം കേരളത്തിൽ രൂപം കൊണ്ടതും അതുപോലെ വിവിധ തൊഴിലുകളിലൂടെയാണ്. അതായത് ഏതൊക്കെ തൊഴിലാണോ ഓരോ വിഭാഗം ചെയ്യുന്നത് അത് ബേസ് ചെയ്തിട്ടാണ് ഓരോ ജാതികളെയും ഡിവൈഡ് ചെയ്തിരുന്നത് ആ മധ്യകാലത്ത്. അപ്പോൾ ഏതൊക്കെ തൊഴിൽ കൂട്ടങ്ങളാണ് മധ്യകാലത്ത് ഉണ്ടായിരുന്നത് എന്നാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതില് കൃഷിയും കാർഷികോപകരണങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടവ കാലത്ത് ഒരു ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് കരകൗശല ലോഹ നിർമ്മാണവുമായി ബന്ധപ്പെട്ടവർ ഉണ്ടായിരുന്നു. പിന്നെ കച്ചവടവുമായി ബന്ധപ്പെട്ടവർ ഉണ്ടായിരുന്നു. പിന്നെ തുണി നെയ്ത്ത്, എണ്ണയാട്ടൽ തുടങ്ങിയവ കച്ചവടമാക്കിയവരുണ്ടായിരുന്നു. അതുപോലെ ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ടവർ ഉണ്ടായിരുന്നു. അതുപോലെ നാടുവാഴി സ്വരൂപങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്വരൂപങ്ങളെ കുറിച്ച്. അപ്പോൾ നാടുവാഴി സ്വരൂപങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി ഉദ്യോഗസ്ഥരും അക്കാലത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ ഒരു പ്രത്യേക തൊഴിൽ ചെയ്തവരുടെ പിന്മുറക്കാരും അതേ തൊഴിൽ എന്ത് ചെയ്തു? അതായത് ഏത് തൊഴിലാണോ ഒരു കുലത്തിലുള്ളവർ ചെയ്യുന്നത് അതേ തൊഴിൽ ആ കുലത്തിലുള്ളവർ വീണ്ടും പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ഓരോ ജോലികൾ ചെയ്തു പോകുന്നവരുടെ കൂട്ടങ്ങൾ ക്രമേണ ഓരോ ജാതിയായി എന്ത് ചെയ്തു? പരിണമിക്കുകയുണ്ടായി. അതായത് വയലിൽ കൃഷി ചെയ്തിരുന്ന ആളുകളെ അടിയാളർ എന്നാണ് പറയുന്നത്. മധ്യകാലത്തെ ജാതി ശ്രേണിയിൽ ഏറ്റവും താഴെത്തട്ടിലും ബ്രാഹ്മണർ ഏറ്റവും മുകളിലായിരുന്നു. അപ്പോൾ ഈ കൃഷി ചെയ്തിരുന്ന ആളുകൾ മധ്യകാലഘട്ടത്തിൽ ഏറ്റവും താഴത്തെ തട്ടിലും ബ്രാഹ്മണർ ഏറ്റവും മുകളിലത്തെ തട്ടിലുമായിരുന്നു എന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ കുലത്തൊഴിലനുസരിച്ച് മറ്റു ജാതികളുടെ സ്ഥാനം ഈ രണ്ട് തട്ടുകൾക്കിടയിലായിരുന്നു. അപ്പൊ ഈ രണ്ട് തട്ടുകളുടെ ഇടയിലായിരുന്നു ബാക്കിയുള്ള തൊഴിലുകൾ ചെയ്തവരുടെ സ്ഥാനം എന്ന് പറയുന്നത്. അതുപോലെ ജാതിയുടെ അടിസ്ഥാനത്തിൽ ശുദ്ധ അശുദ്ധ സങ്കല്പങ്ങളും വളർന്നു വന്നു. എന്താണ് ശുദ്ധം അശുദ്ധം എന്ന് നോക്കും. ഓക്കെ, ലെറ്റ് us see. മധ്യകാല ജാതി വ്യവസ്ഥ അനുസരിച്ച് മേൽജാതികളെ ശുദ്ധവും കീഴ്ജാതികളെ അശുദ്ധവുമായാണ് കണക്കാക്കിയിരുന്നത്. കീഴ്ജാതിക്കാർ മേൽജാതിക്കാരെ തൊട്ടാലും അടുത്തു വന്നാലും കണ്ടാലും മേൽജാതിക്കാരുടെ ശുദ്ധി നഷ്ടപ്പെടും എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതാണ് ശുദ്ധം അശുദ്ധം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് മധ്യകാലത്തെ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് മേൽജാതിക്കാർ ശുദ്ധവും കീഴ്ജാതിക്കാർ അശുദ്ധവുമായിട്ടാണ് കൺസിഡർ ചെയ്തത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ തന്നെ മണ്ണിൽ പണിയെടുക്കുന്നവരെയും കുലത്തൊഴിൽ ചെയ്തിരുന്നവരെയൊക്കെയാണ് കീഴ്ജാതിക്കാരായി മാത്രമാണ് പരിഗണിച്ചിരുന്നത്. പിന്നെ അതുപോലെ മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും 19ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയോടെ ജനസമൂഹത്തെ എന്ത് ചെയ്തു? ജാതി തിരിച്ച് രേഖപ്പെടുത്തിയത് ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു. അതായത് 19ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലാണ് മലബാറിലും കൊച്ചിയിലും എവിടെയാണ്? തിരുവിതാംകൂറിലുമാണ് ജനസമൂഹത്തെ ജാതി തിരിച്ച് രേഖപ്പെടുത്തിയത്. അത് കുലത്തൊഴിൽ ചെയ്താലും ചെയ്തില്ലെങ്കിലും ജാതി എന്നത് ജന്മനാൽ രേഖപ്പെടുത്തുന്ന ഒന്നായി അങ്ങനെയാണ് രൂപം പ്രാപിച്ചത് എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ജാതി എങ്ങനെയാണ് രൂപം കൊണ്ടത് എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് കച്ചവട ബന്ധങ്ങൾ എന്താണെന്ന് നോക്കാം.
അതായത് നമ്മൾ പ്രാചീന കാലത്തെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ പ്രാചീന കാലത്തെ പോലെ മധ്യകാലത്തും എന്തുണ്ടായിരുന്നു, നമ്മൾ കരമാർഗമൊക്കെ പ്രീവിയസ് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, പ്രീവിയസ് ചാപ്റ്ററിൽ. ഓക്കെ, അപ്പോൾ മധ്യകാലത്തും കരമാർഗവും കടൽ മാർഗവുമായുള്ള കച്ചവടം എന്ത് ചെയ്തു, കണ്ടിന്യൂസ് ആയിട്ട് അത് നടന്നുകൊണ്ടേയിരുന്നു. കൊല്ലം, കൊടുങ്ങല്ലൂർ, കോഴിക്കോട്, അതുപോലെ തന്നെ പന്തലായനി, മാടായി, വളപ്പട്ടണം തുടങ്ങിയവ അക്കാലത്തെ പ്രധാന കച്ചവട കേന്ദ്രങ്ങളായിരുന്നു. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക, ഇത് ചിലപ്പോൾ PSC ടെസ്റ്റിനൊക്കെ ചോദിക്കാം. അതായത് അക്കാലത്തെ, അതായത് മധ്യകാലത്തെ കേരളത്തിലെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? കൊല്ലം, കൊടുങ്ങല്ലൂർ, കോഴിക്കോട്, അതുപോലെ തന്നെ ഏതാണ്? പന്തലായനി. ഏതാണ്? പന്തലായനി. അതുപോലെ ഏതാണ്? മാടായി. പിന്നെ ഏതാണ്? വളപട്ടണം. ഇതെല്ലാം ഏതാണ്? പ്രധാന കച്ചവട കേന്ദ്രങ്ങളാണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്തത് കച്ചവടങ്ങളെ, വിവിധ തരത്തിലുള്ള കച്ചവടങ്ങൾ ആ മധ്യകാലത്ത് നിലനിന്നിരുന്നു. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? 1 പ്രാദേശിക കച്ചവടം, 2 ദൂരദേശ കച്ചവടം, 3 വിദേശ കച്ചവടം. അപ്പൊ ഈ 3 രീതിയിലാണ് കച്ചവടങ്ങൾ നിലനിന്നിരുന്നത്. പ്രാദേശിക കച്ചവടത്തിൽ എന്ന് പറയുമ്പോൾ ചന്തകളും അങ്ങാടികളുമായിരുന്നു പ്രധാന പ്രാദേശിക കച്ചവട കേന്ദ്രങ്ങൾ. ഇവിടത്തെ കച്ചവടം എന്ന് പറയുന്നത് എന്തൊക്കെ സാധനങ്ങളാണ്? നെല്ല്, അരി, പയറ്, അതുപോലെ പച്ചക്കറികൾ, വെറ്റില, ഉപ്പ്, മീൻ തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങളായിരുന്നു ഇവിടെ കൈമാറ്റം അല്ലെങ്കിൽ കച്ചവടം നടത്തിയിരുന്നതെന്ന് ഓർത്തു വെക്കുക. അടുത്തത് ദൂരദേശ കച്ചവടം. ദൂരദേശ കച്ചവടം എന്ന് പറയുമ്പോൾ എന്താണ്? തമിഴ്നാട്, കർണാടകം, ആന്ധ്ര, കലിംഗം, ഒറീസ തുടങ്ങിയ പ്രദേശങ്ങളുമായിട്ടായിരുന്നു ദൂരദേശ കച്ചവടം അക്കാലത്ത് നടത്തിയിരുന്നത്. തമിഴ് ബ്രാഹ്മണരും അതുപോലെ ചെട്ടിമാരുമായിരുന്നു പ്രധാന കച്ചവടക്കാർ. അന്നത്തെ കച്ചവടം എന്ന് പറയുന്നത് എന്താണ്? അരി, മുളക്, പരുത്തി, പട്ട്, മറ്റ് തുണിത്തരങ്ങൾ, കുതിരകൾ എന്നിവ ഇവിടേക്ക് കൊണ്ടുവന്നു. പിന്നെ ഇത് കൂടാതെ തന്നെ കുരുമുളകും അതുപോലെ തന്നെ മറ്റ് സുഗന്ധദ്രവ്യങ്ങളും ഇവിടെ നിന്ന് എന്ത് ചെയ്തു? കൊണ്ടുപോവുകയൊക്കെ ചെയ്തിരുന്നു. അതാണ് ദൂരദേശ കച്ചവടം. അടുത്തത് നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് വിദേശ കച്ചവടം. എന്താണ് വിദേശ കച്ചവടം എന്ന് പറയുന്നത്? വിദേശവുമായിട്ടുള്ളതാണ് അല്ലെ. അപ്പോൾ അറബികൾ, ചൈനക്കാർ, യൂറോപ്യർ തുടങ്ങിയവരായിരുന്നു പ്രധാന വിദേശ കച്ചവടക്കാർ. അവരുടെ കയറ്റുമതി ഇറക്കുമതി സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് കുരുമുളക്, ഇഞ്ചി, കറുവപ്പട്ട, ഏലം, മറ്റ് സുഗന്ധദ്രവ്യങ്ങൾ, തേങ്ങ എന്നിവ ഇവിടെ നിന്ന് കൊണ്ടുപോയിരുന്നു. കൂടാതെ സ്വർണം, ചെമ്പ്, ഈയം, ചീനക്കളി മൺപാത്രങ്ങൾ, അതുപോലെ ചീനപ്പട്ട് തുടങ്ങിയവ അക്കാലത്ത് കേരളത്തിൽ എത്തിയിരുന്നു. അപ്പോൾ കച്ചവടത്തെ 3ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മധ്യകാലഘട്ടത്തിൽ പ്രാദേശിക കച്ചവടം, ദൂരദേശ കച്ചവടം, വിദേശ കച്ചവടം. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ ഒരു ചെറിയ കോഡ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് പയ്യന്നൂർ പാട്ടിനെ കുറിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ് പയ്യന്നൂർ പാട്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ മധ്യകാല കേരളത്തിൽ 14-ാം നൂറ്റാണ്ട് വരെ നിലനിന്ന കച്ചവട സംഘങ്ങളായിരുന്നു അഞ്ചുവണ്ണവും മണിഗ്രാമവും. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേയുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് ഒരുപാട് കച്ചവട സംഘങ്ങളെ കുറിച്ച്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കച്ചവട സംഘങ്ങളായിരുന്നു. അതായത് മധ്യകാല കേരളത്തിൽ ഏകദേശം 14-ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്ന കച്ചവട സംഘങ്ങളിൽ പ്രമുഖരാരായിരുന്നു? ഈ അഞ്ചുവണ്ണവും മണിഗ്രാമവുമായിരുന്നു. ഇത് ഇമ്പോർട്ടന്റ് ആണ്, വായിച്ചു വെക്കുക. അഞ്ചുവണ്ണവും മണിഗ്രാമവും. അതായത് കരമാർഗവും കടൽ മാർഗവുമുള്ള കച്ചവടങ്ങളിൽ ഈ സംഘങ്ങൾ എന്ത് ചെയ്തു? എപ്പോഴും സജീവമായിരുന്നു. അതുപോലെ 15-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ പോർച്ചുഗീസുകാർ എന്ത് ചെയ്തു? മലബാർ തീരത്തെത്തുന്നത് വരെ അറബികളും ചൈനക്കാരുമായിരുന്നു പ്രധാന കച്ചവടക്കാർ. അതുപോലെ യൂറോപ്യർ എന്ത് ചെയ്തു? അവരുടെ വരവോടെ അറബ് ചൈനീസ് കച്ചവടങ്ങൾക്ക് എന്ത് ചെയ്തു? കോട്ടം തട്ടുകയും കടൽ മാർഗമുള്ള കച്ചവടത്തിന്റെ കുത്തക ആര് നേടുകയും ചെയ്തു? യൂറോപ്യർ നേടുകയും ചെയ്തു. അങ്ങനെ കേരളത്തിലെ വിഭവ സമ്പത്തിനുമേൽ യൂറോപ്യൻ രാജ്യങ്ങൾ ആധിപത്യം അങ്ങനെയാണ് സ്ഥാപിച്ചത് എന്ന് ഓർത്തു വെക്കുക. ഇവിടെ ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് തുഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത്? എന്താണ് നമുക്ക് നോക്കാം. എന്താണ് തുഫത്തുൽ മുജാഹിദീൻ? അതായത് മധ്യകാല കേരളത്തിന്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക ചരിത്രം പ്രതിപാദിക്കുന്ന കൃതിയാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രചിച്ച തുഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന. അപ്പോൾ ആരാണ്, ഏത് കൃതിയാണ് പ്രതിപാദിക്കുന്ന? കൃതിയാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദ് ഇദ്ദേഹം രചിച്ച ഏത് കൃതി?
തുഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന കൃതി ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കുക. 16-ാം നൂറ്റാണ്ടിൽ ഇത് അറബി ഭാഷയിൽ, ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് അറബ് ഭാഷയാണ് എന്നല്ലേ. അപ്പോൾ ഇത് അറബ് ഭാഷയിലാണ് രചിച്ചത്. ഈ കൃതി പോർച്ചുഗീസുകാരുടെ അധിനിവേശവും അവർ നടത്തിയ അതിക്രമങ്ങളും അതിനെതിരായ ചെറുത്തുനിൽപ്പുകളുമാണ് ഈ കൃതിയിൽ പറയുന്നത്. കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ചരിത്ര കൃതിയായി പണ്ഡിതന്മാർ ഇതിനെ കണക്കാക്കുന്നു. ചിലപ്പോൾ അങ്ങനെ PSC ടെസ്റ്റിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. എങ്ങനെയാണ്? കേരളത്തിലെ ആദ്യ ചരിത്ര കൃതിയായി രചിക്കപ്പെട്ട കൃതി ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? തുഫത്തുൽ മുജാഹിദീൻ. ആരെഴുതിയതാണ്? ഷെയ്ഖ് സൈ നുദി മഖ്ദ് എഴുതിയതാണ് തുഫത്തുൽ മുജാഹിദീൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, സാംസ്കാരിക സമന്വയം. ഓക്കെ, എന്താണ് സാംസ്കാരിക സമന്വയം എന്ന് നമുക്ക് നോക്കാം. അതായത് ഇവിടെ മൂഷക വംശം എന്ന് പറയുന്ന ഒരു കാവ്യത്തിന്റെ കുറച്ച് വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ് മൂഷക വംശകാവ്യം എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മൂഷക വംശകാവ്യം എന്ന്? അപ്പോൾ എന്താണെന്ന് നോക്കാം. അതായത് 11-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട മൂഷക വംശകാവ്യം കേരളത്തിലെയും ഇന്ത്യയിലെയും ആദ്യത്തെ രാജവംശാവലി ചരിതമാണ്. അപ്പോൾ രാജവംശാവലി ചരിതം ആദ്യത്തെ, കേരളത്തിലെയും ഇന്ത്യയിലെ ആദ്യത്തെ രാജവംശാവലി ചരിതം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? മൂഷക വംശകാവ്യമാണെന്ന് ഓർത്തു വെക്കുക. ഏതാണ്ട് 6-ാം നൂറ്റാണ്ട് മുതൽ 11-ാം നൂറ്റാണ്ട് വരെ കോലത്തുനാട് ഭരിച്ചിരുന്ന മൂഷക രാജവംശം ഭരിച്ചിരുന്നത് ആരാണെന്ന് നോക്കുക. ആരാണ്? രാമഘടനാണ്. രാമഘടൻ മുതൽ ശ്രീകണ്ഠൻ വരെയുള്ള 119ഓളം രാജാക്കന്മാരുടെ ഭരണകാലമാണ് ഈ ഒരു കാവ്യത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ കാവ്യത്തിൽ ശ്രീകണ്ഠന്റെ കൊട്ടാരം കവി അതുലനാണ് ഈ കാവ്യം എഴുതിയത്. അപ്പോ മൂഷക വംശകാവ്യം എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? കൊട്ടാരം കവിയായിരുന്ന അതുലനാണ്. അതായത് ശ്രീകണ്ഠന്റെ കാലത്ത് കൊട്ടാരം കവിയായിരുന്ന അതുലൻ എഴുതിയ കാവ്യമാണ് മൂഷക വംശകാവ്യം. ഈ കാവ്യത്തിൽ എന്താണ് പ്രതിപാദിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്താണ്? അതായത് 6-ാം നൂറ്റാണ്ട് മുതൽ 11-ാം നൂറ്റാണ്ട് വരെ കോലത്തുനാട് ഭരിച്ചിരുന്ന രാജാക്കന്മാരെ കുറിച്ചാണ് ഈ ഒരു കാവ്യത്തിൽ പ്രതിപാദിക്കുന്നത് എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ എന്താണ് മൂഷക വംശകാവ്യം? ആരാണ് മൂഷക വംശകാവ്യം എഴുതിയത്? അതിൽ എന്താണ് പ്രതിപാദിച്ചിട്ടുള്ളത്? അതത്രയും നോക്കി വെക്കുക. അതുപോലെ തന്നെ ഈ മൂഷക വംശകാവ്യത്തിൽ, അതായത് ഇതിൽ പറയുന്നത് പറഞ്ഞാൽ കച്ചവടത്തിലൂടെ സാധനങ്ങളുടെ കൈമാറ്റത്തോടൊപ്പം വിവിധ സംസ്കാരങ്ങളുടെ കൈമാറ്റവും നടന്നിരുന്നു എന്നാണ് പറയുന്നത്. അതായത് അങ്ങനെയാണ് സാംസ്കാരിക സമന്വയത്തിൽ ഈ കച്ചവട ബന്ധങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. വിവിധ മതവിഭാഗങ്ങൾ എന്ത് ചെയ്തു? പരസ്പര സൗഹാർദ്ദത്തോടെ ഒത്തൊരുമിച്ച് അധിവസിക്കുന്ന ഒരു ഭൂപ്രദേശമായി ആണ് നമ്മുടെ നാട് അങ്ങനെയാണ് മാറിയത്. ഏതൊരു പീരീഡ് ഓഫ് ടൈമിലാണ്? മധ്യകാല ടൈമിലാണ്. ഓക്കെ, ബ്രാഹ്മണരും ജൈന ബുദ്ധ മതവിഭാഗങ്ങളും ജൂത ക്രൈസ്തവ ഇസ്ലാം മതങ്ങളും കേരളത്തിൽ വ്യാപിച്ചത് ഈ ഒരു സമയത്താണ്. അതായത് മധ്യകാലത്താണ്. ഇവര് എല്ലാ ജാതിയിൽപ്പെട്ട കച്ചവടക്കാരും അവിടെ എത്തിച്ചേരുകയും അവരുടെ ആ ഐക്യത്തിലൂടെയാണ് ഈ സാംസ്കാരിക സമന്വയം ഉണ്ടായത് എന്നാണ് പറയുന്നത്. അതുപോലെ കേരളത്തിലെ ഭരണാധികാരികൾ എല്ലാ മതവിഭാഗങ്ങളെയും എന്ത് ചെയ്തു? ഒരുപോലെയാണ് കണ്ടിരുന്നത്. അതായത് നാടുവാഴികൾ ബ്രാഹ്മണർക്കും നൽകിയിരുന്നു. അതുപോലെ ബുദ്ധ ജൂത ക്രൈസ്തവ ഇസ്ലാം മത വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് നാടുവാഴികൾ പലതരത്തിലുള്ള അവകാശങ്ങൾ അക്കാലത്ത് നൽകിയിരുന്നു എന്ന് ഓർത്തുവെക്കുക. അപ്പൊ എന്തൊക്കെ അവകാശങ്ങളാണ് നാടുവാഴികൾ മധ്യകാലഘട്ടത്തിൽ നൽകിയത് എന്നാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് തെക്കൻ തിരുവിതാംകൂറിലെ ആയി രാജാവ് വിക്രമാദിത്യ വരഗുണൻ 9-ാം നൂറ്റാണ്ടിൽ ശ്രീമൂലവാസത്തെ ബുദ്ധമത മന്ദിരത്തിന് കൊടുത്ത അവകാശങ്ങളാണ് പാലിയം ചെപ്പേട് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് കൊടുത്ത ചില അവകാശങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സി 9, 10, 11 നൂറ്റാണ്ടുകളിൽ താഴേക്കാവ്, കിണാലൂർ, ആലത്തൂർ, തിരുമണ്ണൂർ, ചിതറാൽ എന്നിവിടങ്ങളിൽ ജൈന മന്ദിരങ്ങൾക്ക് ചെയ്ത ദാനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വേണാട് നാടുവാഴി അയ്യനടികൾ സി 9-ാം നൂറ്റാണ്ടിൽ മണിഗ്രാമം കച്ചവടത്തിൽപ്പെട്ട മാർ സഫീർ ഈശോ എന്ന ക്രൈസ്തവ കച്ചവടക്കാരന് കൊല്ലം നഗരത്തിൽ കച്ചവടം ചെയ്യാനും തരിസാപ്പള്ളി പണിയാനും നൽകിയ
നൽകിയ അവകാശം ഇവിടെ കൊടുത്തിട്ടുണ്ട്. തരിസാപ്പള്ളിയുടെ അതായത് മുച്ചുന്തി മുസ്ലിം പള്ളിയാണ് ഇവിടെ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. അടുത്തത് അഞ്ചുവണ്ണം കച്ചവട സംഘത്തിൽപ്പെട്ട ജോസഫ് റബാൻ എന്ന ജൂത വ്യാപാരിക്ക് കൊടുങ്ങല്ലൂർ നഗരത്തിൽ കച്ചവടം ചെയ്യാൻ പെരുമാൾ രാജാവായ ഭാസ്കര രവി 10-ാം നൂറ്റാണ്ടിൽ നൽകിയ അവകാശമാണ് ജൂതശാസനം. അത് അദ്ദേഹം കൊടുത്തതാണ്. അതുപോലെ തന്നെ CE 13-ാം നൂറ്റാണ്ടിൽ നെടിയിരുപ്പ് സ്വരൂപത്തിലെ സാമൂതിരി രാജാവായിരുന്നു നമ്മുടെ മുച്ചുന്തി മുസ്ലിം പള്ളിക്ക് കുന്മംഗലത്ത് പുളിക്കൽ ഭൂമികൾ ചാർത്തി നൽകിയത്. അതായത് അവർക്ക് കൊടുത്ത ആ സംഭാവനയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭാവനകളാണ് അക്കാലത്ത് ചെയ്തത്. നാടുവാഴികൾ നൽകിയ അവകാശങ്ങൾ ഇവിടെ 2 ഇമേജസ് കൊടുത്തിട്ടുണ്ട്, നോക്കി വയ്ക്കുക. അപ്പോ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? സാംസ്കാരിക വളർച്ച പഠിച്ചു അല്ലേ? അവരുടെ എന്താണ് കച്ചവട ബന്ധങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പഠിച്ചു. ജാതി വ്യവസ്ഥയെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യുന്നു? ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ see you again. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.